മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും നിങ്ങളുടെ വഴികളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും. ശിഷ്യന്മാരെ ദൗത്യത്തിന് അയച്ചതിന് ശേഷം അവരോട് പറയുകയാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവനാണ് എന്നല്ല, നിങ്ങളുടെ കൂടെയുള്ളവനാണ് എന്ന. ദൈവം നമ്മുടെ കൂടെയുള്ളവനാണ്, നമ്മുടെ അരികിലുള്ളവനാണ്, നമ്മുടെ ഉള്ളിലുള്ളവനാണ്. നമ്മൾ എന്തു ചെയ്താലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്തു പ്രവർത്തിച്ചാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. കൂടെയുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ ഏത് വഴികളിലൂടെ നടക്കുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് എന്നെ ധൈര്യപ്പെടുത്തണം, എന്നെ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം കൂടെയുള്ളപ്പോഴും ഒരുപക്ഷെ ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. എന്തിനാണെന്നറിയാവോ? അവിടുത്തെ സാന്നിധ്യത്തെ നമ്മൾ ഓർക്കാൻ. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഈ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴും ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഒരു കാര്യത്തിനായിട്ട് പോകുമ്പോൾ, ചില ജീവിത നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇതെപ്പോഴും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ അനുസ്മരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൂടെയുള്ള സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക. ലൂക്കാസ് സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് ഓർത്തപ്പോൾ ഈശോയുടെ സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമാവുകയാണ്. ഈശോ അദൃശ്യനായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈശോയെ അവരെ ഓർത്തപ്പോൾ, ആ നിമിഷം തൻ്റെ അദൃശ്യ സാന്നിധ്യം ദൃശ്യ സാന്നിധ്യമാക്കി അവർക്ക് നൽകി അവരെ ശക്തിപ്പെടുത്തുന്നതും അവർക്ക് ആവശ്യമുള്ളതും നൽകുന്നതും നമ്മൾ കാണുകയാണ്. ഇതുപോലെ ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഈശോയെ എപ്പോഴും ഓർക്കണം, അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന്. ആ അദൃശ്യ സാന്നിധ്യത്തെ ഞാൻ ഓർക്കുമ്പോൾ അവിടുന്ന് ദൃശ്യ സാന്നിധ്യമായി നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് നമ്മളെ സഹായിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരികയും ചെയ്യും. വീണ്ടും ഈശോ പറയുന്നത്, ലോകാവസാനം വരെ ഞാൻ നിൻ്റെ കൂടെയുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ അവസാനിച്ചു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ചിലതൊക്കെ തീർന്നു, ഇനിയില്ല, ഇനി എൻ്റെ ജീവിതം ഇല്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു. കർത്താവ് പറയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിനക്കെല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോഴും കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. എന്തിനാണെന്നറിയാവോ? അവിടുന്ന് കർത്താവ് ആരംഭിക്കും. നിന്റെ അധ്വാനം അവസാനിച്ചു എന്ന് നിനക്ക് തോന്നുമ്പോൾ, നിന്റെ ചില കാര്യങ്ങൾ അവസാനിച്ചു എന്ന് നിനക്ക് തോന്നുമ്പോൾ, കർത്താവ് അവിടുന്ന് ആരംഭിക്കും. നിനക്കെല്ലാം അവസാനിക്കുമ്പോൾ അവിടുന്ന് ആരംഭിച്ച് നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് നിന്റെ കൂടെയുണ്ടായിരിക്കുമെന്ന് നീ തിരിച്ചറിയണം. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബം എല്ലാം തീർന്നു എന്ന് തോന്നുമ്പോഴാണ് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. കർത്താവ് അവിടുന്ന് പുതിയത് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാണ് എല്ലാം അവസാനിച്ചു എന്ന് നിൻ്റെ ഉള്ളിൽ ചിന്ത തോന്നുമ്പോൾ, നീ കരുതുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവം അവിടുന്ന് ആരംഭിക്കാൻ നിൻ്റെ കൂടെയുണ്ട്. വീണ്ടും തിരുവചനത്തിൽ ഈശോനാഥൻ അവരെ ദൗത്യത്തിനായിട്ട് അയച്ചതിന് ശേഷമാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ദൗത്യത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. പത്രോസ്ലീഹ വള്ളത്തിലിരുന്നപ്പോൾ കർത്താവിനെ അറിഞ്ഞു. പക്ഷേ അവിടുത്തെ ശക്തി മനസ്സിലാക്കിയത് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ, ഈശോയുടെ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ്. കർത്താവ് പറയുന്നു, ഇറങ്ങുക, ചെയ്യുക. ഓരോ കാര്യങ്ങളും കർത്താവിൽ ആശ്രയിച്ചിട്ട് നീ ചെയ്തു നോക്കിക്കേ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ സഹായിക്കും, അവിടുന്ന് എന്നെ പുതിയതായി ആരംഭിക്കാനായിട്ട് സഹായിക്കും എന്ന ബോധ്യത്തോടെ കർത്താവിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ചിട്ട് നീ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങി നോക്കിക്കേ.
കർത്താവിൻ്റെ ശക്തി അവിടെ പ്രകടിപ്പിക്കുമെന്നാണ് വചനത്തിൽ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്നവനാണ് ദൈവം. അതിനുവേണ്ടി അവിടെ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടെ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മൾ ഓർക്കണം. ഓരോ നിമിഷവും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഓർമ്മ അതെപ്പോഴും ഉള്ളിലുണ്ടാവണം. വീണ്ടും പറയുകയാണ്, നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങണം. ഇറങ്ങുമ്പോൾ അവിടുന്ന് തൻ്റെ ശക്തി പ്രകടമാക്കും. പുതിയ ആഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ആഴ്ചയിൽ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. എല്ലാ തിന്മകളും ഇവരിൽ നിന്ന് തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇവർ ഈ ആഴ്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ഇവർ പോകുന്ന വഴികളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നൽകണമേ. ആപത്തുകളും അപകടങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും പാപപ്രലോഭനങ്ങളും ഇവരുടെ ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.